ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സിംഹം, കാള, കുതിര, ആന. ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്രയിൽ കാണപ്പെടുന്ന മൃഗങ്ങൾ സിംഹം, കാള, കുതിര, ആന. അടുത്ത ചോദ്യം, ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചതെന്ന്? ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2009 ഒക്ടോബർ 5-ന് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത് 2009 ഒക്ടോബർ 5-ന്. ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയതാരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാംസിംഗ് ടാക്കൂർ. ശങ്കരാഭരണം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് രാംസിംഗ് ടാക്കൂർ. രൂപയുടെ ചിഹ്നം അംഗീകരിച്ചതെന്ന്? ഇന്ത്യയുടെ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2010 ജൂലൈ 15-ന് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം അംഗീകരിച്ചത് 2010 ജൂലൈ 15-നാണ്. വന്ദേ മാതരം 1896-ലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചതാര്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. രവീന്ദ്രനാഥ ടാഗോർ. വന്ദേ മാതരം 1896-ലെ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമം എന്ത്? ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പാവോ ക്രിസ്റ്റാറ്റസ്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സമൃദ്ധിയെയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധി. തത്വബോധിനി പത്രികയിൽ ഭാരത് വിധാത എന്ന ശീർഷകത്തിൽ ജനഗണമന ആദ്യമായി അച്ചടിച്ച വർഷം? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1912-ൽ. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് തെറ്റായ പ്രസ്താവന. ഇവിടെ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവന. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിക്കുന്നത് 1950 ജനുവരി 24-നാണ്. ബാക്കിയുള്ള 2 പ്രസ്താവനകളും ശരിയാണ്. 1911-ലെ കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ജനഗണമന പാടിയത് സരളാദേവി ചൗധരാണിയാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് തർജ്ജമ തയ്യാറാക്കിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ദേശീയ ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതെന്ന്? ദേശീയ ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1949 സെപ്റ്റംബർ 14-ന് ദേശീയ ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചത് 1949 സെപ്റ്റംബർ 14. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പേരാൽ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്ലാസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് നിർബന്ധമായും കാണുവാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ആദ്യമായി തപാലിൽ മുദ്രണം ചെയ്തിരുന്നത്? ഇന്ത്യയിൽ ആദ്യമായി തപാലിൽ മുദ്രണം ചെയ്തിരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം.
ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാകയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി തപാലിൽ മുദ്രണം ചെയ്തിരുന്നത്. അടുത്തത്, ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയിൽ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയാൽ ശരിയായ ക്രമം ഏതാണ്? ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയാൽ ശരിയായ ക്രമം ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏറ്റവും മുകളിൽ വരുന്നത് കുങ്കുമം, പിന്നെ വരുന്നത് വെള്ള, പിന്നെ വരുന്നത് പച്ച. ദേശീയ പതാകയിലെ നിറങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതിയാൽ വരുന്ന ശരിയായ ക്രമം എന്ന് പറയുന്നത് കുങ്കുമം, വെള്ള, പച്ച. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രം ഏതാണ്? തൊട്ടുമ്പ് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഇന്ത്യൻ ദേശീയ പതാക, ത്രിവർണ പതാക. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്നതിൽ 1, 2, 4 എന്നിവ ശരിയാണ്. ആദ്യം ശരിയായത് നമുക്ക് നോക്കാം. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ശരിയാണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യം, അതും ശരിയാണ്. ദേശീയ കായിക വിനോദം ഹോക്കി, അതും ശരിയാണ്. എന്നാൽ ദേശീയ ഗീതം എന്ന് പറയുന്നത് ജനഗണമനയല്ല, മറിച്ച് വന്ദേ മാതരമാണ്. അപ്പോൾ ഇതിൽ ശരിയായത് എന്ന് പറയുന്നത് 1, 2, 4 അടുത്ത ചോദ്യം, ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത്? ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ദേവനാഗരി ലിപി. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ദേവനാഗരി ലിപിയാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരം, 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 26. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ദേശീയ പതാകയിൽ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ധീരതയെയാണ്. ഇന്ത്യൻ ദേശീയ പതാകയിൽ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയാണ്. സിംഹത്തിനു പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം? സിംഹത്തിനു പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ച വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1972. സിംഹത്തിനു പകരം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി അംഗീകരിച്ചത് 1972. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1957 മാർച്ച് 22. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷം ഔദ്യോഗികമായി അംഗീകരിച്ചത് 1957 മാർച്ച് 22. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്വീകരിച്ചിട്ടുള്ളത് സാരാനാഥ് സ്തൂപത്തിൽ നിന്നാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സ്വീകരിച്ചിട്ടുള്ളത് സാരാനാഥ് സ്തൂപത്തിൽ നിന്നാണ്. ഇത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉത്തർപ്രദേശ്. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയതാര്? ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പൈതിമാരി വെങ്കിട സുബ്ബറാവു. ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട സുബ്ബറാവു. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം? വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം?
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1950 വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അടുത്ത ചോദ്യം, മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1963. മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചത് 1963. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സിംഹമായിരുന്നു. 1972 ശേഷം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് സിംഹമായിരുന്നു. 1972 ശേഷം ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. നിലവിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കടുവയാണ്. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി അംഗീകരിക്കപ്പെട്ടത് ഏത് ജീവിയാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി അംഗീകരിക്കപ്പെട്ട ജീവി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1950 ജനുവരി 24. ഇന്ത്യയുടെ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിതയാര്? ഇന്ത്യയുടെ ദേശീയ പതാക സാർവദേശീയ വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മാഡം കാമ. ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ്? തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ ദേശീയ വിനോദം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഹോക്കി. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി. ഔദ്യോഗികമായി എത്ര സമയം കൊണ്ടാണ് ഭാരതത്തിലെ ദേശീയ ഗാനം ആലപിക്കേണ്ടത്? ഔദ്യോഗികമായി എത്ര സമയം കൊണ്ടാണ് ഭാരതത്തിലെ ദേശീയ ഗാനം ആലപിക്കേണ്ടത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഷോർട്ട് വേർഷൻ ആലപിക്കാനെടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. മുഴുവനായും ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്നത് 52 സെക്കൻഡ്. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2002 ജനുവരി 26. ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26. ദേശീയ ചിഹ്നത്തിന്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ദേശീയ ചിഹ്നത്തിന്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ദേശീയ ചിഹ്നത്തിന്റെ ചുവട്ടിലായി കാണുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആന. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്ന് പറയുന്നത് ആനയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് സാരേ ജഹാം സേ അച്ഛ എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ദേശീയ വിനോദം ഹോക്കി. ദേശീയ പൈതൃക മൃഗം ആന. ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രനാമം എന്ത്? ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രനാമം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെലംബോ ന്യൂസിഫറ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രനാമമാണ് നെലംബോ ന്യൂസിഫറ. ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത് 1947 ജൂലൈ 22.
ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് ചർക്ക എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്രയാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക, ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേമാതരം. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായ ശകവർഷത്തിന്റെ അവസാന മാസം. ഇന്ത്യയുടെ ഔദ്യോഗിക കലണ്ടറായ ശകവർഷത്തിന്റെ അവസാന മാസം ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഫാൽഗുനം. ശകവർഷത്തിന്റെ അവസാന മാസം എന്ന് പറയുന്നത് ഫാൽഗുനമാണ്. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി. തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞ ചോദ്യമായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം, ദേവനാഗരി ലിപി. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന 4 ജോഡികളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ നൃത്തം എന്ന് പറയുന്നത് മോഹിനിയാട്ടം എന്നാണ്. അത് തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ നൃത്തം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവിയുടെ ശാസ്ത്രീയ നാമം. ഇന്ത്യയുടെ ദേശീയ ജലജീവിയുടെ ശാസ്ത്രീയ നാമം. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്ലാറ്റനിസ്റ്റ ഗംഗാറ്റിക്ക. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിനിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് പ്ലാറ്റനിസ്റ്റ ഗംഗാറ്റിക്ക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2008 നവംബർ 4-ന്. ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിക്കുന്നത് 2008 നവംബർ 4-നാണ്. ദേശീയ മുദ്രയിൽ എത്ര തരം മൃഗങ്ങളാണുള്ളത്? ദേശീയ മുദ്രയിൽ എത്ര തരം മൃഗങ്ങളാണുള്ളത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 4 തരം മൃഗങ്ങളാണ്. നമ്മൾ ഓൾറെഡി ഏത് മൃഗങ്ങളാണെന്ന് പറഞ്ഞിരുന്നു. വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, അരബിന്ദ ഘോഷ്. വന്ദേമാതരം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്നാൽ വന്ദേമാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്ര? ഓപ്ഷൻ എ ആണ് ഉത്തരം, 3:2. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2. എന്നാൽ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം 2:3. ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത്? ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഓപ്ഷൻ എ ആണ് ഉത്തരം, ദേശ് രാഗ്. ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിട്ടുള്ള രാഗം എന്ന് പറയുന്നത് ദേശ് രാഗ് ആണ്. പാവോ ക്രിസ്റ്റാറ്റസ് ഏത് പക്ഷിയുടെ ശാസ്ത്രീയ നാമമാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓപ്ഷൻ സി, മയിൽ. ശരിയായ ജോഡികൾ ഏതൊക്കെ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഇ ആണ്. തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയാണ്. അതായത് ഇന്ത്യയുടെ ദേശീയ ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം എന്ന് പറയുന്നത് മാമ്പഴമാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം എന്ന് പറയുന്നത് അയലയാണ്. പറഞ്ഞിരിക്കുന്ന എല്ലാ ജോഡികളും ശരിയാണ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തിരഞ്ഞെടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചതെന്ന? ഭരണഘടനാ നിർമ്മാണ സഭ അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിച്ചത്
ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1947 ജൂൺ 23-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിയോഗിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ അഡ്ഹോക് കമ്മിറ്റിയെ നിയോഗിക്കുന്നത് 1947 ജൂൺ 23-നാണ്. ഇന്ത്യൻ ദേശീയ പതാകയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് 1947 ജൂലൈ 22-നും. ദേശീയ പ്രതീകങ്ങളും അവ അംഗീകരിച്ച തീയതിയും താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ദേശീയ പ്രതീകങ്ങളും അവ അംഗീകരിച്ച തീയതിയും. ഇതിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദേശീയ ഗീതം 1950 ജനുവരി 26. അത് തെറ്റാണ്. ദേശീയ ഗീതം അംഗീകരിക്കുന്നത് 1950 ജനുവരി 24-നാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ദേശീയ ചിഹ്നമായ സിംഹമുദ്രയെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് 1950 ജനുവരി 26-ന്. ദേശീയ ഗാനമായ ജനഗണമനയെ അംഗീകരിക്കുന്നത് 1950 ജനുവരി 24-ന്. ദേശീയ കലണ്ടറായ ശകവർഷത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നത് 1957 മാർച്ച് 22-ന്. ഏറ്റവും വലിയ അളവിൽ നിർമ്മിക്കാവുന്ന ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളം എത്രയാണ്? ഏറ്റവും വലിയ അളവിൽ നിർമ്മിക്കാവുന്ന ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളം ഓപ്ഷൻ സി ആണ് ഉത്തരം. 6300 മില്ലിമീറ്റർ. ഏറ്റവും വലിയ അളവിൽ നിർമ്മിക്കാവുന്ന ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളം 6300 മില്ലിമീറ്റർ. ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ രാജ്യമേത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ രാജ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈജിപ്റ്റ്. ദേശീയ മാങ്ങാ ദിനമായി ആചരിക്കുന്ന ദിവസം? ദേശീയ മാങ്ങാ ദിനം. ദേശീയ മാങ്ങാ ദിനമായി ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ സി ആണ് ഉത്തരം. ജൂലൈ 22. ദേശീയ മാങ്ങാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 22-നാണ്. അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ അളവിൽ നിർമ്മിക്കാവുന്ന ഇന്ത്യൻ പതാകയുടെ നീളം എത്ര? ഏറ്റവും ചെറിയ അളവിൽ നിർമ്മിക്കാവുന്ന ഇന്ത്യൻ പതാകയുടെ നീളം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 150 മില്ലിമീറ്റർ. ഏറ്റവും ചെറിയ അളവിൽ നിർമ്മിക്കാവുന്ന ഇന്ത്യൻ പതാകയുടെ നീളം എന്ന് പറയുന്നത് 150 മില്ലിമീറ്റർ. ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ച വർഷം? ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ച വർഷം ഓപ്ഷൻ സി ആണ് ഉത്തരം. 2010. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങളും അവ അംഗീകരിച്ച വർഷവും താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിക്കുന്നത് 1971 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. ദേശീയ മൃഗമായി കടുവയെ അംഗീകരിക്കുന്നത് 1972-ലാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഗംഗാ ഡോൾഫിൻ 2009. ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിക്കുന്നത് 1963. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിക്കുന്നത് 2010. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ഏത് ഭാഗത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ രേഖ എന്ന് എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ആമുഖത്തിലാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി ഏത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയം അംഗീകരിച്ച തീയതി ഉത്തരം ഓപ്ഷൻ എ ആണ്. 1947 ജനുവരി 22. ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എന്നായിരുന്നു? 1946 ഡിസംബർ 13-നാണ്. അന്ന് അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. അടുത്ത ചോദ്യം,
ഏതിന്റെ അന്തസത്തയ്ക്ക് അനുസരണമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത്? ഏതിന്റെ അന്തസത്തയ്ക്ക് അനുസരണമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആമുഖം. ആമുഖത്തിന്റെ അന്തസത്തയ്ക്ക് അനുസരണമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഫ്രഞ്ച്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യം വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പരമാധികാരം. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര്? ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, MR ജയകർ. 2017 ചോദ്യമാണ്, ഒന്നും കൂടി പറയാം. ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത് MR ജയകർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെക്കുറിച്ചാണ് പരാമർശിക്കാത്തത്? ആമുഖത്തിൽ ഏതിനെക്കുറിച്ചാണ് പരാമർശിക്കാത്തത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് ആമുഖത്തിൽ പരാമർശിക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആമുഖത്തിൽ വരുന്നുണ്ട്. സാഹോദര്യം, സമത്വം, നീതി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമേത്? ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗമേത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആമുഖത്തിലാണ്. ഭരണഘടനയുടെ തത്വചിന്തയും ആദർശങ്ങളും പ്രതിഫലിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആമുഖമാണ്. അടുത്ത ചോദ്യം, ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, KM മുൻഷി. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ എ ആണ്, കേശവാനന്ദ ഭാരതി കേസ്. ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? തൊട്ടുമ്പ് ഈ ഒരു ചോദ്യം നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞിരുന്നു. ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജ്ഞാനി പൽക്കിവാല അല്ലെങ്കിൽ NN പൽക്കിവാല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന തീയതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1950 ജനുവരി 26. ആമുഖം നിലവിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ആമുഖം നിലവിൽ വന്ന തീയതിയും 1950 ജനുവരി 26 ആണ്. അടുത്ത ചോദ്യം, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയത് ഏത് കേസിലാണ്? ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബെരുബാരി കേസിലാണ്. എന്നാൽ പിന്നീട് കേശവാനന്ദ ഭാരതി കേസില് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു. ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ആമുഖം ഭേദഗതി ചെയ്ത സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധി. എത്ര പ്രാവശ്യമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? എത്ര പ്രാവശ്യമാണ്
ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഒരു പ്രാവശ്യം മാത്രമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത വർഷമേത്? ആമുഖം ഭേദഗതി ചെയ്ത വർഷം? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1976. ആമുഖം ഒരു തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഭേദഗതി ചെയ്ത വർഷം 1976. അടുത്ത ചോദ്യം, എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖം ഭേദഗതി ചെയ്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആമുഖമാണ്. ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, BN റാവു. എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏത്? ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1949 നവംബർ 26. 26 നവംബർ 1949. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി എന്ന് പറയുന്നത് 1949 നവംബർ 26. എന്താണ് ആ തീയതിയുടെ പ്രത്യേകത? അന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ആമുഖം. സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത്? സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലിക അവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 25 മുതൽ 28 വരെ. ഓപ്ഷൻ എ ആണ് ഉത്തരം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലാണ് പൗരത്വം വിശദീകരിക്കുന്നത്. പൗരത്വം 5 മുതൽ 11 വരെ. അടുത്ത ചോദ്യം, എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലികാവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന മൗലികാവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനുച്ഛേദം 21A. 6 മുതൽ
14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 21A. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? താഴെ തന്നിരിക്കുന്ന 4 അവകാശങ്ങളിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ഉം 4ഉം. 3ൽ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, അത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നില്ല. എന്നാൽ സമത്വത്തിനുള്ള അവകാശം മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തത് സ്വത്തിനുള്ള അവകാശം, അതും മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നില്ല. ഏതൊക്കെയായിരുന്നു? 3ഉം 4ഉം. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് 1ഉം 2ഉം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ഒരു അവകാശം വരുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ്. ബാക്കിയുള്ള ഇഷ്ടമുള്ള തൊഴിൽ നേടുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിലാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദം ഏത്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന അനുച്ഛേദമാണ് ഓപ്ഷൻ സി, അനുച്ഛേദം 32. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 32. താഴെ പറയുന്നതിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്വത്തവകാശം. സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിയമപരമായ അവകാശമാണ്. ബാക്കിയുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാ പരിഹാരങ്ങൾക്കായുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, ഇവയെല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് സ്വത്തവകാശമാണ്. ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. മൗലിക അവകാശങ്ങൾ എന്നാൽ താഴെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ മൗലിക അവകാശങ്ങൾ എന്നാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം തെറ്റാണ്. അതായത് മൗലിക അവകാശങ്ങൾ എന്നത് സമ്പൂർണമായവയാണ്. ആ ഒരു പ്രസ്താവന തെറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവയാണ്. നെഗറ്റീവോ പോസിറ്റീവോ ആകാം. ഭേദഗതി വരുത്താവുന്നവയാണ്. മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവയാണ്. നെഗറ്റീവോ പോസിറ്റീവോ ആകാം. ഭേദഗതി വരുത്താവുന്നവയാണ്. എന്നാൽ മൗലിക അവകാശങ്ങൾ സമ്പൂർണമായവയല്ല. അടുത്ത ചോദ്യം, ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഏതാണ്? ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം ഓപ്ഷൻ എ ആണ് ഉത്തരം. മൗലിക അവകാശം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം മൗലിക അവകാശമാണ്.
ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഡോക്ടർ BR അംബേദ്കറുടെ. ആർട്ടിക്കിൾ 32 കുറിച്ച് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറുടെ. അടുത്ത ചോദ്യം: അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 358. അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 358. അടുത്ത ചോദ്യം: പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായ ഭൂരിപക്ഷം? പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം. പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം. ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. അതായത് ഭരണഘടനയിൽ പുതുതായി 21A വകുപ്പ് കൂട്ടിച്ചേർത്തു. അടുത്തത് ഭരണഘടനയുടെ 45ാം വകുപ്പിൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശൈശവകാല പരിചരണവും വിദ്യാഭ്യാസവും നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ കടമയാണെന്ന് വ്യവസ്ഥ ചെയ്തു. 1ഉം 3ഉം പ്രസ്താവന 86ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവനയായ 2004 പാർലമെന്റ് പാസാക്കി. അത് തെറ്റാണ്. 2002 86ാം ഭേദഗതി പാസാക്കുന്നത്. അടുത്ത ചോദ്യം: ഏത് മൗലിക അവകാശമാണ് സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമാക്കുന്നത്? ഏത് മൗലിക അവകാശമാണ് സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സമത്വത്തിനുള്ള അവകാശം. ഏത് മൗലിക അവകാശമാണ് സാമൂഹികമായ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 19(1)D. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19(1)D. അടുത്ത ചോദ്യം: മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അവകാശമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 24ാം ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അവകാശമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 24ാം ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം: ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ബഹുമതികൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 18. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ബഹുമതികൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. താഴെ പറയുന്നവയിൽ ആർക്കാണ് ഭരണഘടന മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ അധികാരം നൽകിയിരിക്കുന്നത്? താഴെ പറയുന്നവരിൽ ആർക്കാണ് ഭരണഘടന
മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ അധികാരം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഇന്ത്യൻ ഭരണഘടന അധികാരം നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കുമാണ്. ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 19(1)(e). ഇന്ത്യയിൽ എവിടെയും സ്ഥിരതാമസമാക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ആണ് അനുച്ഛേദം 19(1)(e). വിദേശാക്രമണം, യുദ്ധം എന്നീ അവസരങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ 19-ാം വകുപ്പിൽ പ്രതിപാദിച്ചിരിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 358. അടുത്ത ചോദ്യം, സ്വതന്ത്രമായി ഏതു മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? സ്വതന്ത്രമായി ഏതു മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 25. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 15-ാം വകുപ്പ് അല്ലെങ്കിൽ അനുച്ഛേദം 15 ആണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നത്. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏത്? നല്ലൊരു ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. രാഷ്ട്രപതി. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവിയാണ് രാഷ്ട്രപതിയുടേത്. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 19. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം. അടൽ ബിഹാരി വാജ്പേയി. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റുമ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലാണ് ആമുഖം ഉൾപ്പെടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുന്നതിന് പാർലമെന്റിന് അധികാരം ലഭിച്ചത്? തൊട്ടുമുമ്പ് ഈ ഒരു ചോദ്യം വേറെ രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. 24-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം റിട്ടുകളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ റിട്ടുകളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്ക് മാത്രമാണ്. അത് തെറ്റാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. ബാക്കിയുള്ള ആകെ 5 തരം റിട്ടുകളാണുള്ളത്. അത് ശരിയായ പ്രസ്താവനയാണ്. അനുച്ഛേദം 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇത് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആയിരുന്നു. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് അധികാരമുള്ളത് ആർക്കാണ്? അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് അധികാരമുള്ളത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. രാഷ്ട്രപതിക്ക്. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന 3 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3-ലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. അതും ശരിയാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്, ഒരു ലീഗൽ റൈറ്റ് ആണ്. തന്നിരിക്കുന്ന
3 പ്രസ്താവനകളും ശരിയായിരുന്നു. അടുത്ത ചോദ്യം, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്നത് ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 32-ാം അനുച്ഛേദത്തിൽ. മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അനുച്ഛേദം 27 പ്രകാരമാണ്. അനുച്ഛേദം 359 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ റദ്ദ് ചെയ്യാൻ അധികാരമില്ലാത്ത മൗലികാവകാശങ്ങൾ ഏതൊക്കെ? അനുച്ഛേദം 359 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ റദ്ദ് ചെയ്യാൻ അധികാരമില്ലാത്ത മൗലികാവകാശങ്ങളാണ് അനുച്ഛേദം 20-ഉം 21-ഉം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 5. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 25-ൽ ഹിന്ദു എന്ന പേരിൽ പരാമർശിക്കുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അനുച്ഛേദം 25-ൽ ഹിന്ദു എന്ന പേരിൽ പരാമർശിക്കുന്ന മതവിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം, പാഴ്സികൾ. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രത്യേക പരാമർശമുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഇവയെല്ലാം തന്നിരിക്കുന്ന പട്ടിക വിഭാഗക്കാർ, പട്ടികവർഗക്കാർ, ആംഗ്ലോ ഇന്ത്യൻ, ഈ പറഞ്ഞിരിക്കുന്ന 3 വിഭാഗങ്ങളെക്കുറിച്ചും ഭരണഘടനയിൽ പ്രത്യേക പരാമർശമുണ്ട്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആർട്ടിക്കിൾ 19(1)(d). അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19-ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആർട്ടിക്കിൾ 19-ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത് ആർട്ടിക്കിൾ 19-ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ബാക്കിയുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യ രാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് താമസിക്കാനും നിലകൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ആർട്ടിക്കിൾ 19-ൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമേത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 29. അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? അമേരിക്കൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബിൽ ഓഫ് റൈറ്റ്സ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. അനുച്ഛേദങ്ങളും അത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനുച്ഛേദം 32 എന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അനുച്ഛേദം 32 എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ സൂചിപ്പിക്കുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. അനുച്ഛേദം 23-ൽ പ്രതിപാദിക്കുന്നത് മനുഷ്യക്കടത്ത് തടയുന്നു. അനുച്ഛേദം 24-ൽ
ബാലവേല നിരോധിക്കുന്നു. അനുച്ഛേദം 25 മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങളുടെ എണ്ണം 7 ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിനും കച്ചവടത്തിനും ഏർപ്പെടുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 19(1)(g). ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നതിനും വ്യവസായത്തിനും കച്ചവടത്തിന് ഏർപ്പെടുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 19(1)(g). മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് സമീപിക്കാവുന്നത്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് സമീപിക്കാവുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് സമീപിക്കാവുന്നത് സുപ്രീം കോടതിയെയും ഹൈക്കോടതികളെയുമാണ്. ഒരു ഇന്ത്യൻ പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമേത്? ഒരു ഇന്ത്യൻ പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദം 21 ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗുരുപാദസ്വാമി കമ്മിറ്റി. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലിക അവകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്ന 4 അവകാശത്തിൽ മൗലിക അവകാശം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ മൗലിക അവകാശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന വിഷയം? ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മൗലിക അവകാശങ്ങൾ. 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏത്? അർഹതയില്ലാതെ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകാവുന്ന റിട്ട് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇതൊന്നുമല്ല, തന്നിരിക്കുന്ന ഒന്നുമല്ല. അതേതാണെന്ന് വരും ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടാനിടയുള്ളത് എത്ര രീതിയിലാണ്? ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടാനിടയുള്ളത് എത്ര രീതിയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 രീതിയിലാണ്. ഒരു ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടാനിടയുള്ളത് 3 രീതിയിലാണ്. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? നമ്മൾ പറഞ്ഞു സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു നിയമപരമായ അവകാശമാണ്. ആ സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 300A. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 300A. ഭരണഘടനയുടെ 86ാമത്തെ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ചേർത്ത അനുച്ഛേദമേത്? 86ാമത്തെ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ചേർത്ത അനുച്ഛേദമാണ് ഓപ്ഷൻ ബി ആണ് 21A. സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമേത്?
സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 19 ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 19. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1986. ചുവടെ പറയുന്ന മൗലിക അവകാശങ്ങൾ, അവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അതായത് സമത്വത്തിനുള്ള അവകാശം സൂചിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 19(1) സിയിൽ സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം 19 സിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം. മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏതെല്ലാം അനുച്ഛേദങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏതെല്ലാം അനുച്ഛേദങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 14 മുതൽ 18 വരെ. ഭരണഘടനയുടെ ഏതെല്ലാം അനുച്ഛേദങ്ങളാണ് തുല്യതയ്ക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 14 മുതൽ 18 വരെ. അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 3-ാം ഭാഗത്തെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. BR അംബേദ്കർ ആണ്. ഭരണഘടനയുടെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഭാഗമെന്ന് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 3-ാം ഭാഗത്തെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഓപ്ഷൻ ബി ആണ് ഉത്തരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസാവകാശം മൗലികാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ ഏത് മൗലികാവകാശത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഒരു അധികാരി തന്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാൻഡമസ്. ഒരു അധികാരി തന്റെ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ അത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം എന്ന ആശയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 16. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏത്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. പൊതുസ്ഥലങ്ങളിൽ
പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 21-ാം അനുച്ഛേദം അനുസരിച്ചാണ്. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം അനുസരിച്ചാണ്. ചോദ്യം: മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏത്? മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 19. മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം. മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൗലികാവകാശങ്ങൾ. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 20. ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 20. ചുവടെ പറയുന്നവയിൽ ഏത് മൗലികാവകാശമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്ത ചോദ്യം: 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ 86-ാം ഭരണഘടനാ ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു? ചോദ്യം വ്യക്തമായിട്ട് വായിക്കണം. 86-ാം ഭേദഗതി എന്ന് പറയുന്നത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 93-ാം ഭരണഘടനാ ഭേദഗതി ബില്ലായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? 44-ാം ഭേദഗതി പ്രകാരമാണ്. മതം, വംശം, ജാതി, ലിംഗപദവി, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 15. ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കോ വാറന്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ. പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 19(1)(a). പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 19(1)(a). അടുത്ത ചോദ്യം: ടൈറ്റിലുകൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ടൈറ്റിലുകൾ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 18. ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണുള്ളത്? ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്കുള്ളത് അനുച്ഛേദം 25-ലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 25. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? ചോദ്യം വ്യക്തമായി വായിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 6. നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ബി ആണ് ഉത്തരം. അനുച്ഛേദം 14. എല്ലാ മൗലികാവകാശങ്ങളെയോ ഏതെങ്കിലും മൗലികാവകാശങ്ങളെയോ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 359. എല്ലാ മൗലികാവകാശങ്ങളെയോ ഏതെങ്കിലും മൗലികാവകാശങ്ങളെയോ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 359.
മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭാഗമാണ് മൗലിക അവകാശങ്ങൾ. ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് എപ്പോഴാണ്? ഏത് സാഹചര്യത്തിലാണ് ചില മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അടിയന്തരാവസ്ഥ കാലത്ത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നത് ഏതു പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, ചൂഷണത്തിനെതിരെയുള്ള അവകാശ പ്രകാരമാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടകരമായ തൊഴിലുകളിൽ ഏർപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നത്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, അനുച്ഛേദം 16 പ്രകാരം. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ എ ആണ് ഉത്തരം, കറാച്ചി സമ്മേളനം, വർഷം 1931. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? അറിയുന്നവർ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അനുച്ഛേദം 19(1) ഇയിൽ. കോടതികൾ പുറപ്പെടുവിക്കുന്ന പ്രധാനപ്പെട്ട റിട്ടുകളും അവയുടെ അർത്ഥവുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആയതിൽ നിന്ന് ശരിയായത് ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. തന്നിരിക്കുന്ന 3 ജോഡികളും ശരിയാണ്. നോക്കാം. മാൻഡമസ് എന്ന റിട്ടിനർത്ഥം നാം കൽപ്പിക്കുന്നു. കോ വാറന്റോ എന്തധികാരം. ഹേബിയസ് കോർപ്പസ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. തന്നിരിക്കുന്ന 3 ജോഡികളും ശരിയായിരുന്നു. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം, സർദാർ വല്ലഭായ് പട്ടേലിനെ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏത്? മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ ആർട്ടിക്കിൾ 21. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 24 മണിക്കൂറിനകം. സ്വത്തവകാശം ഇപ്പോൾ ഏതുതരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ ഏതുതരം അവകാശമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, നിയമപരമായ അവകാശം. അല്ലെങ്കിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് ഇപ്പോഴൊരു ലീഗൽ റൈറ്റ് ആണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായി ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസ് ഏതാണ്? സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായി ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസാണ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമായി ഉയർത്തിപ്പിടിച്ച് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസാണ് KS പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയതെന്ന്. ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് ഓപ്ഷൻ എ ആണ് ഉത്തരം, 2009 ഓഗസ്റ്റിൽ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളെ കുറിച്ച്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു?
ഓപ്ഷൻ ബി ആണ് ഉത്തരം 7. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് സ്വത്തവകാശം നീക്കം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഉത്തരം മൊറാർജി ദേശായി. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന അനുച്ഛേദം കൂടിയാണ് അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 17. യുദ്ധം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏത് അനുച്ഛേദ പ്രകാരമുള്ള മൗലിക അവകാശങ്ങളാണ് സ്വമേധയാ സസ്പെൻഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം അനുച്ഛേദം 19 പ്രകാരമുള്ള മൗലിക അവകാശങ്ങളാണ് യുദ്ധം മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്വമേധയാ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം തുല്യ ജോലിക്ക് തുല്യ ശമ്പളത്തിനുള്ള അവകാശം. അത് മൗലിക അവകാശത്തിൽ വരുന്നതല്ല. ബാക്കിയുള്ള ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, നിയമത്തിനു മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം, ഇവയെല്ലാം വരുന്നത് മൗലിക അവകാശത്തിലാണ്. അടുത്ത ചോദ്യം, ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു അവകാശമാണ്? ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു അവകാശമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വിമർശിക്കുന്നതിനുള്ള അവകാശം. ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ നടത്തിപ്പിനുണ്ടായിരിക്കേണ്ട ഒരു അവകാശമാണ് വിമർശിക്കുന്നതിനുള്ള അവകാശം. എല്ലാ മൗലിക അവകാശങ്ങളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മൗലിക അവകാശങ്ങളെയോ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഓൾറെഡി നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം അനുച്ഛേദം 359. 1976 42-ാം ഭേദഗതി അനുസരിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. 1976 42-ാം ഭേദഗതി അനുസരിച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അവിഭാജ്യത. സച്ചാർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സച്ചാർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം തുല്യ അവസരങ്ങൾ. സച്ചാർ കമ്മിറ്റി തുല്യ അവസരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഉള്ള തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പൗരത്വം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായ പ്രസ്താവന. അമേരിക്കയിൽ നിന്നാണ് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. ബ്രിട്ടനിൽ നിന്നുമാണ് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2020 ജനുവരി 10-നാണ്. പൗരത്വ ഭേദഗതി ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12-നാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി മാത്രമായിരുന്നു. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനയുടെ മനസാക്ഷി എന്ന് നിർദ്ദേശ തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഗ്രാൻവിലെ ഓസ്റ്റിൻ. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? തൊട്ടുമ്പ് നമ്മൾ പറഞ്ഞത് ആ സമയത്തെ പ്രധാനമന്ത്രിയെ കുറിച്ചായിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഓപ്ഷൻ ബി ആണ് ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന വകുപ്പുകൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം വകുപ്പ് 23, 24. ചൂഷണത്തിനെതിരെ ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 23, 24. ഭരണഘടനയുടെ 32-ാം ആർട്ടിക്കിൾ പ്രകാരം സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയാത്തത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം
പ്ലെബിസൈറ്റ്. ബാക്കിയെല്ലാം സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടുകളാണ്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യൂററി. സെർഷ്യൂററി എന്നാണ് ഓപ്ഷൻ സിയിൽ വന്നിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 29. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 29 മൈനോറിറ്റി എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യം ഏതാണ്? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബാലവേല. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്? ചോദ്യം വ്യക്തമായി വായിക്കുക. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2010 ഏപ്രിൽ 1. തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആർട്ടിക്കിൾ 17. സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? ചോദ്യം വ്യക്തമായി വായിക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻ ബി ആയിരുന്നു ഉത്തരം. 24 അനുച്ഛേദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ചില സാഹചര്യങ്ങളിൽ അറസ്റ്റ്, കരുതൽ തടങ്കൽ എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 22. ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ജീവന്റെ സംരക്ഷണത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 21. തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന 3 ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായ ജോഡി. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അനുച്ഛേദം 31 എന്ന് പറയുന്നത് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അത് തെറ്റാണ്. സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് അനുച്ഛേദം 300A ആണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. അനുച്ഛേദം 16 പറയുന്നു പൊതു തൊഴിലവസരങ്ങളിൽ സമത്വം. അനുച്ഛേദം 17 പറയുന്നു അയിത്ത നിരോധനം. ഭരണഘടനയിലെ അനുച്ഛേദം 19B പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയിലെ അനുച്ഛേദം 19(1)B പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ച്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് അനുച്ഛേദം 19(1)B പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 12-ാം അനുച്ഛേദം. സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 12. അടുത്ത ചോദ്യം, 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്വത്തവകാശം. വർഷം 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്തു. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവുകൾ നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അനുച്ഛേദം 20. ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് KT ഷാ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് KT ഷാ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നിർദ്ദേശക തത്വങ്ങളെ. അടുത്ത ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്? മുൻവർഷ ചോദ്യമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും
മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്ത ചോദ്യം, നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. സപ്രൂ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്. അടുത്ത ചോദ്യം, നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? നിലവിൽ എത്ര മൗലിക കടമകളുണ്ട്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 11. നിലവിൽ 11 മൗലിക കടമകളാണുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ക്ഷേമരാഷ്ട്രം സംബന്ധമായ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളിലാണ് ഒരു ക്ഷേമരാഷ്ട്രം സംബന്ധമായ തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ BR അംബേദ്കർ. രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുമായി താരതമ്യപ്പെടുത്തിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മൗലിക കടമയിൽ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ള 4 പ്രസ്താവനകളിൽ മൗലിക കടമയിൽ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ കൂലി കൊടുക്കുക. ഇത് മൗലിക കടമയിൽ ഉൾപ്പെടുന്നതല്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മൗലിക കടമയിൽ ഉൾപ്പെടുന്നതാണ്. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, ഭാരതത്തിലെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക, പൊതു സ്വത്ത് സംരക്ഷിക്കുക. മൗലിക കടമയിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ കൂലി കൊടുക്കുക എന്ന കാര്യമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിലാളായിരുന്ന M. നസറുദ്ദീൻ ഏതിനെയാണ് ജനുവരി 2 ലംഘിക്കപ്പെട്ട പുതുവർഷ തീരുമാനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ ഒരാളായ M. നസറുദ്ദീൻ ഏതിനെയാണ് ജനുവരി 2 ലംഘിക്കപ്പെട്ട പുതുവർഷ തീരുമാനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്? രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെയാണ്. അടുത്ത ചോദ്യം, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 43. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതിൽ 4ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായത്. 4ാമത്തെ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഒരു ക്ഷേമരാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. ഐറിഷ് ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ് നിർദ്ദേശക തത്വങ്ങൾ. ഈ പറഞ്ഞ 3 പ്രസ്താവനകളും ശരിയായിരുന്നു. തെറ്റായ പ്രസ്താവന 4ാമത്തെ പ്രസ്താവന മാത്രമായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 51A എന്ന അനുച്ഛേദം ഉൾക്കൊള്ളുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ 51A അനുച്ഛേദം ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ. അനുച്ഛേദം 51A ഉൾക്കൊള്ളുന്നത് മൗലിക ചുമതലകൾ. അടുത്ത ചോദ്യം, ഗോവധ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഗോവധ നിരോധനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 48.
ചോദ്യം, ഗാന്ധിയൻ ആവശ്യങ്ങൾ പ്രതിഫലിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഗാന്ധിയൻ ആവശ്യങ്ങൾ പ്രതിഫലിക്കുന്ന ഭരണഘടനാ ഭാഗം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങൾ. ഗാന്ധിയൻ ആവശ്യങ്ങൾ പ്രതിഫലിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്. അടുത്ത ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുടെ ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വീകരിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ദിരാഗാന്ധി. മൗലിക കർത്തവ്യങ്ങളുടെ ആശയം സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വീകരിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ ചേർക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം, സ്വയം ഭരണ ഘടകങ്ങൾ എന്ന നിലയിൽ വില്ലേജ് പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 40. സ്വയം ഭരണ ഘടകങ്ങൾ എന്ന നിലയിൽ വില്ലേജ് പഞ്ചായത്തുകൾ രൂപവൽക്കരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 40. അടുത്ത ചോദ്യം, രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളെ ബാങ്കിന്റെ വിഭവശേഷി അനുവദിക്കുന്ന സമയത്ത് മാത്രം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, KT ഷാ. ഈ ഒരു ചോദ്യം വേറെ രീതിയിൽ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആദ്യത്തെ 3 പ്രസ്താവനകൾ ശരിയാണ്, 4ാമത്തെ പ്രസ്താവന ശരിയല്ല. ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അത് ശരിയായ പ്രസ്താവനയല്ല. നിർദ്ദേശക തത്വങ്ങൾ ഒരിക്കലും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. ബാക്കിയുള്ള ശരിയായ 3 പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്നത് മൗലിക കടമയാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നതല്ല. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആദ്യത്തെ 3 പ്രസ്താവനയായിരുന്നു. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രം പരിശ്രമിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 51. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് രാഷ്ട്രം പരിശ്രമിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 51. യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? യൂണിഫോം സിവിൽ കോഡ് നിലവിലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോവയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോവ. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗോവ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാർട്ട് 4A അല്ലെങ്കിൽ ഭാഗം 4A ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭാഗം 4A. ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്നനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ ആണ് ഉത്തരം, 50. ചോദ്യം, മൗലിക കടമകളെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? മൗലിക കടമകളെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ 2 പ്രസ്താവനകൾ ശരിയാണ്. ഇതിൽ ശരിയായ പ്രസ്താവന ആദ്യം നോക്കാം. സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് മൗലിക കടമകൾ. അത് ശരിയായ പ്രസ്താവനയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അതും ശരിയായ പ്രസ്താവനയാണ്. എന്നാൽ 3ാമത്തെ പ്രസ്താവനയായ
സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് തെറ്റാണ്. സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശയനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് നിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഇതിൽ ശരിയായ പ്രസ്താവന, മൗലിക കടമകളെ കുറിച്ച് പറയുന്നതിൽ ശരിയായ പ്രസ്താവന ആദ്യത്തെ 2 പ്രസ്താവനകളാണ്. താഴെ പറയുന്ന രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഏതാണ്? താഴെ പറയുന്ന രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങളിൽ ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവയെല്ലാം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം. ഇതിൽ മാർക്കിംഗ് വന്നിട്ടില്ല. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. അതായത് വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപവൽക്കരണം, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗാന്ധിയൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തതേത്? ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരന്മാരുടെ മൗലിക ചുമതലകളിൽ ഉൾപ്പെടാത്തത് എന്ന് പറയുന്നത് ഗവൺമെന്റിനെയും നീതിന്യായ വ്യവസ്ഥയെയും ബഹുമാനിക്കുക എന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മൗലിക ചുമതല അല്ലെങ്കിൽ മൗലിക കടമകളിൽ ഉൾപ്പെടുന്നതാണ്. നോക്കാം. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, പൊതുസമ്പത്ത് സംരക്ഷിക്കുകയും അക്രമങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഇവയെല്ലാം മൗലിക ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായിട്ടുള്ള താല്പര്യങ്ങളെ രാഷ്ട്രം പ്രത്യേക ശ്രദ്ധയോടെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ ആണ് ഉത്തരം. 45. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായിട്ടുള്ള താല്പര്യങ്ങളെ രാഷ്ട്രം പ്രത്യേക ശ്രദ്ധയോടെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 45. അടുത്തത്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ സി ആണ് 44. ഉത്തരം ഓപ്ഷൻ സി ആണ് 44. പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 51A(G) മൗലിക കടമയിൽ വരുന്നതാണ്. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഉത്തരം ഓപ്ഷൻ സി ആണ് 47. മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 47. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 അനുസരിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് പൊതുവായ സിവിൽ നിയമ സംഹിത രൂപീകരിക്കുക. ക്ഷേമരാഷ്ട്രം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഓപ്ഷൻ സി ആണ് ഉത്തരം. നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ പെടാത്തവ കണ്ടുപിടിക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. ഈ ഒരു കാര്യം വരുന്നത് സമത്വത്തിനുള്ള അവകാശത്തിലാണ്. അതായത് മൗലിക അവകാശത്തിൽ വരുന്ന ഒരു കാര്യമാണ് നിയമത്തിന് മുന്നിലുള്ള സമത്വവും വിവേചനങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും. ബാക്കിയെല്ലാം നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. മദ്യനിരോധനവും കുടിൽ വ്യവസായങ്ങളുടെ വ്യവസായവും, ഏകീകൃത സിവിൽ കോഡും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും തുല്യ ജോലിക്ക് തുല്യവേതനവും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 39D.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം വിഭാവനം ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഛേദം 39D. അടുത്ത ചോദ്യം, രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക എന്നത് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക എന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, മൗലിക കടമയാണ്. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാകുക എന്നത് മൗലിക കടമയാണ്. അടുത്ത ചോദ്യം, 86ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് വർഷമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 2002. 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 11ാമത് മൗലിക കടമ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് 2002-ലാണ്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, മൗലിക കടമയാണ്. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക എന്നത് മൗലിക കടമയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ജോലിക്ക് തുല്യവേതനം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നിർദ്ദേശക തത്വങ്ങളിൽ. എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്? എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 42. പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, മൗലിക കടമയാണ്. മഹാത്മാഗാന്ധിയുടെ ഏതൊക്കെ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തന്നിരിക്കുന്ന എല്ലാ ആശയങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കുക, ലഹരി വസ്തുക്കളുടെ നിരോധനം. അടുത്തത്, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, നിർദ്ദേശക തത്വങ്ങളിലാണ്. പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പരിസ്ഥിതി സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഓപ്ഷൻ എ ആണ് ഉത്തരം, 48A. ഇത് നിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. പുരാതന സ്മാരകങ്ങളുടെ സംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 49. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗവർണർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അതായത് 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്, 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. നമുക്ക് നോക്കാം. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ ശരിയാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013 മെയ് 15-നാണ്, അതും ശരിയാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി ചുമതലയേറ്റ തീയതി മുതൽ 5 വർഷം. ഇത് തെറ്റാണ്, 3 വർഷമാണ് കാലാവധി. അടുത്ത ചോദ്യം, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ എ ആണ് ഉത്തരം, 89ാം ഭേദഗതിയാണ്. അടുത്തത്, UPSCയുടെ ആസ്ഥാനം എവിടെയാണ്? UPSCയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ആണ് ഉത്തരം, ധോൽപൂർ ഹൗസ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത്?
ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, KVK സുന്ദരം. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും എന്ന ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 338A. പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338A. പട്ടികജാതിക്കാരെ കുറിച്ചുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 338. അടുത്തത്, ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് പ്രസിഡന്റ് പിന്നാക്ക വിഭാഗക്കാർക്കായി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ചോദ്യം വ്യക്തമായി തന്നെ വായിക്കണം. ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് പ്രസിഡന്റ് പിന്നാക്ക വിഭാഗക്കാർക്കായി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 340 അനുച്ഛേദ പ്രകാരമാണ്. അടുത്ത ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആരാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം സംബന്ധിച്ച തീരുമാനമെടുക്കുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആരാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, രാഷ്ട്രപതി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ, അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ, അവ പരാമർശിക്കുന്ന വിഷയങ്ങൾ, ഇവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, തന്നിരിക്കുന്ന 4 ശരിയാണ്. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ, ആർട്ടിക്കിൾ 315 പബ്ലിക് സർവീസ് കമ്മീഷൻ, ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ, ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. അടുത്ത ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഗവർണറാണ്. അടുത്ത ചോദ്യം, 2 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പാർലമെന്റിന് ഒരു ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപവൽക്കരിക്കണമെങ്കിൽ അത് സംബന്ധിച്ച ഒരു പ്രമേയം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആര് പാസാക്കണം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭകൾ പാസാക്കണം. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ്, ശരിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, അതും ശരിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് നടപടിക്രമത്തിലൂടെയാണ്, അതും ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളിൽ ശരിയായത് ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളുകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തന്നിരിക്കുന്ന 4 ശരിയാണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ, ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ, ആർട്ടിക്കിൾ 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. ഇത് തെറ്റാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായത് 1993 ഓഗസ്റ്റ് 14-നാണ്. അതും ശരിയാണ്. അടുത്തത് ആർട്ടിക്കിൾ 338, 338A എന്നിവ യഥാക്രമം ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകളെ കുറിച്ച് പരാമർശിക്കുന്നു.
അതും ശരിയാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി ഓപ്ഷൻ സി ആണ് ഉത്തരം, 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി. കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഓപ്ഷൻ എ ആണ് ഉത്തരം, വി പി മേനോൻ.